ഹലോ ഗൈസ്, നമുക്കിന്നൊരു അടിപൊളി ബ്ലൗസിന്റെ നെക്ക് തയ്ക്കാൻ പഠിക്കാം. അതിന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇത് എളുപ്പമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അധികം സമയം കളയുന്നില്ല. പക്ഷെ വീഡിയോ ഇത്ര ലെന്താണ്. അപ്പോഴതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. തയ്ക്കുന്നതും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴുത്തിറക്കവും കഴുത്ത് അകലവും എല്ലാം എടുത്തു, കൈക്കുഴിയും ഷോൾഡറും എടുത്ത് മാർക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ നോർമലി എടുക്കുന്ന ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. എത്രയാണോ നമുക്ക് കഴുത്തിറക്കം വേണ്ടത്, ആ കഴുത്തിറക്കം നമ്മൾ നോർമലി എടുത്ത് കഴുത്തകലവും ഇറക്കവും എടുത്ത് വരച്ച് കൈക്കുഴിയും എല്ലാം വരച്ചതിന് ശേഷം നമുക്ക് ഈ കഴുത്തിറക്കത്തിൽ നിന്നും താഴോട്ട് ഒരു 2 ഇഞ്ച് വീതിക്ക് കഴുത്തിന്റെ എല്ലാ സൈഡും മാർക്ക് ചെയ്തിടണം. മാർക്ക് ചെയ്തതിന് ശേഷം ആ കഴുത്ത് വരച്ച് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൈക്കുഴിയും വെട്ടി കഴുത്ത് അകലവും വെട്ടി കഴുത്തിറക്കവും വെട്ടി നമ്മൾ ഈ പട്ട സെപ്പറേറ്റ് വെട്ടിയെടുക്കുന്നു. ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തയ്ക്കുന്ന രീതിയും, ഈ പട്ടയ്ക്ക് നമ്മൾ വേറൊരു പീസാണ് വയ്ക്കുന്നത്. ഈ വെട്ടി മാറ്റുന്ന പീസ് നമ്മൾ കഴുത്തിൻ്റെയും ഇതിൻ്റെയും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പട്ട സെപ്പറേറ്റ് വെട്ടിയെടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് എടുക്കണം. അത് കളയരുത്. ആ പട്ട വച്ചിട്ടാണ് നമ്മൾ അടുത്ത നെക്കിൽ വയ്ക്കാനുള്ള പട്ട വെട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ പട്ട വെട്ടിയെടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ബ്ലൗസിൻ്റെ പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഏത് പീസാണോ ഇതിൽ വയ്ക്കാനുള്ളത് ആ തുണി എടുക്കണം. ആ തുണിയെടുത്ത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഈ പട്ടയുടെ വീതിയും നീളവും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഇത് മടക്കി വിട്ടതിന് ശേഷം നമുക്ക് ഈ വെട്ടിയെടുത്ത ആ ഒരു പീസ് എടുത്ത് ഇതിൽ വെച്ച് വരച്ചെടുക്കാം. ഇതേ അളവിൽ വരച്ചെടുത്ത് നമുക്ക് ഈ അളവ് നോക്കി വരച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലോട്ട് നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് നമ്മൾ എടുക്കണം. 1/2 ഇഞ്ച് കൂടുതൽ എടുത്ത് കട്ട് ചെയ്യണം. ഇത് നമ്മൾ അതേ അളവ് വരച്ചതിന് ശേഷം അതിൻ്റെ കുറച്ച് അകറ്റി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ തയ്ക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ 1/4 ഇഞ്ച് എടുക്കാം. അല്ലാത്തവർക്ക് 1/2 ഇഞ്ച് എടുത്തിട്ട് അത് ജോയിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ തയ്യൽ തുമ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ എടുക്കുന്നത്. ഈ ഒരു പീസ് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി തയ്ക്കാൻ തുടങ്ങുന്നതാണ്. നമ്മൾ കഴുത്തിന് ഇറക്കത്തിന് വെട്ടി മാറ്റിയില്ലേ ആ പട്ട നമ്മൾ കളയത്തില്ല. അതും കൂടെ നമ്മൾ ഇതിൽ വയ്ക്കുന്നതാണ്. അപ്പം അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇതാദ്യം റെഡിയാക്കി എടുക്കാം. നമ്മൾ വെട്ടിയെടുത്ത പീസിൽ നമ്മൾ ഫ്രില്ലടിച്ചാണ് എടുക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടി നമ്മളൊരു 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഫ്രില്ലടിക്കാൻ ആവശ്യത്തിന് ഉള്ള തുണി നീളത്തിന് എടുക്കണം. എടുത്തതിന് ശേഷം ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ ഇത് വച്ച് ഫ്രില്ല്
അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിൽ വച്ച് ഫ്രില്ല് തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സെപ്പറേറ്റ് ഫ്രില്ല് തയ്ച്ചെടുത്തതിന് ശേഷം ഇതിൽ ജോയിൻ ചെയ്തെടുത്താൽ മതി. ഈ തുണിയിൽ വച്ച് ഫ്രില്ലെടുക്കുന്ന ഞാനിപ്പോൾ ഇത് വീഡിയോ ലെന്ത് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇത് ഫ്രില്ലെടുത്ത് തയ്ച്ചതിന് ശേഷം ഇതിനകത്ത് വച്ച് പിടിപ്പിക്കാം. ഇത് ഫുള്ളും കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകുമോ എങ്ങനെയാണ് അത് തയ്ക്കുന്നതെന്നും അതിൻ്റെ രീതി എങ്ങനെയാണെന്നും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഫുള്ളും കാണണം. ഇതിപ്പോൾ ഇടയ്ക്ക് ആ ഫ്രില്ലടിച്ച് വന്നപ്പോൾ ഇടയ്ക്ക് അത് തികയാതെ ഇരുന്നു. അപ്പോൾ വീണ്ടും ഒരു പീസ് എടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത് വീണ്ടും ഫ്രില്ലടിച്ചെടുക്കുന്നത്. ആ ഫ്രില്ലടിച്ചതിന് ശേഷം നമ്മൾ ഈ ഇതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് അത് തയ്ച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പതിച്ചടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം കഴുത്തിന് വെട്ടി മാറ്റിയ പീസ് എടുത്ത് ഇതിൽ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ആ കഴുത്തിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് കഴുത്ത് പട്ടയടിച്ച് തയ്ച്ചെടുക്കുന്നു. പട്ട തയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ കാണിക്കുന്ന ക്രോസ് പീസ് വയ്ക്കുന്നത്. ഇത് വച്ച് നിങ്ങൾക്ക് പതിച്ച് കഴുത്തിൻ്റെ നമ്മൾ പട്ട പിടിപ്പിച്ചെടുത്തെല്ലാം ഒന്ന് കട്ട് ചെയ്തിടണം, എങ്കിലേ കഴുത്തൊന്നും ശരിയായി വരൂ. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കഴുത്തിൻ്റെ പട്ട തിരിച്ച് മടക്കി അടിക്കാൻ എളുപ്പത്തിന് നമ്മൾ പതിച്ചടിക്കുന്ന സമയത്ത് ഈ തുണിയും കൂടെ വിളുമ്പൊന്ന് മടക്കി അതിൽ വെച്ച് തച്ചെടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും തിരിച്ച് മടക്കാൻ വേണ്ടി. ഇപ്പം മടക്കൊന്നും ശരിയാകുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് കഴുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തച്ചെടുക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് തച്ചെടുത്തതിന് ശേഷം താഴത്തെ നമ്മൾ ഫ്രില്ല് വെച്ചതിൻ്റെ ആ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അറ്റം മടക്കി അടിച്ച് എടുക്കാം. അതല്ല എങ്കിൽ ഇതിലിപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ നൂലുകൾ ഊരി കുറച്ച് ഫ്രില്ലിനെ കുറച്ചായിട്ട് അതിൻ്റെ നൂലൂരി അതിങ്ങനെ ഗോൾഡൻ നൂല് കാണുന്ന രീതിയിലാണ് ഞാനിത് എടുക്കുന്നത്, ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്കിത് ഒരടിപൊളി നെക്കായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതേപോലുള്ള വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വീഡിയോ എല്ലാവരും കാണുക.